ഇറാൻ ഇസ്രായേൽ യുദ്ധം വളരെ കാലം നീണ്ടു നിന്നാൽ നമ്മുടെ രാജ്യം, അതായത് ഭാരതത്തിന് എന്ത് സംഭവിക്കും? ഇതൊരു ചോദ്യമാണ്. പ്രധാനപ്പെട്ട 5 പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പുരോഗതിയും ചർച്ചകളുടെ കാര്യത്തിൽ ഇതുവരെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. ഈ സംഘർഷത്തിൻ്റെ ആഘാതം പൊതുജനങ്ങളുടെ പോക്കറ്റുകളിൽ നേരിട്ട് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതിക്കെതിരെ ജൂൺ 12 ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചു. ഇതിൽ ഇറാനിലെ മികച്ച ആണവ ശാസ്ത്രജ്ഞരെയും പ്ലാന്റുകളെയും അവർ ഇപ്പോൾ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. മികച്ച ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് മേലുള്ള യുദ്ധത്തിൻ്റെ 5 പ്രധാന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് പ്രധാനമായിട്ടും ആദ്യമായി നമുക്ക് എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യാഘാതം തന്നെയാണ്. അതായത് ഇന്ത്യക്ക് അസംസ്കൃത എണ്ണവില വളരെയധികം കൂടുതലായി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ക്രൂഡ് ഓയിലിന് ബാരലിന് നമ്മളൊരു തുക കൊടുക്കുന്നുണ്ട്. അത് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലുമായും ഇറാനുമായും നല്ല ബന്ധം പുലർത്തുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇറാനിയൻ അസംസ്കൃത എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം കൂടെയാണ് ഇന്ത്യ. ഇറാൻ ഇന്ത്യക്ക് അസംസ്കൃത എണ്ണയ്ക്ക് ധാരാളം കിഴിവുകളും നൽകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അസംസ്കൃത എണ്ണ ഉൽപ്പാദനത്തിൽ കുറവുണ്ടാകുകയോ വിതരണത്തെ ബാധിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യക്ക് ഇറക്കുമതി ചെലവേറിയതാക്കും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്, ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതിയും കയറ്റുമതിയും ചെലവേറിയതായി മാറും എന്നുള്ളതാണ്. ഇറാഖിലെ എണ്ണ വിതരണം, ഇറാഖ് നമുക്ക് തരുന്ന എണ്ണ നമ്മുടെ ഹോർമുസ് കടലിടുക്കിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെയധികം ചെലവേറിയതായി മാറുമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. മൂന്നാമത്, മധ്യപൂർവ്വ ദേശത്ത് ഇന്ത്യയുടെ അധികാര സന്തുലിതാവസ്ഥയെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യ ഒരു പക്ഷത്തോടും ചായ്വ് ഇതുവരെ കാണിച്ചിട്ടില്ല. സൗദി അറേബ്യ, UAE, മിഡിൽ ഈസ്റ്റ്, ഇറാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളുമായുള്ള ബന്ധം നശിപ്പിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ ഇന്ത്യക്കും വളരെ പ്രധാനമാണ്. തീവ്രവാദത്തിൽ ഇന്ത്യയുടെ വേദന മനസ്സിലാക്കുന്ന ചുരുക്കം ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെയും ഇന്ത്യക്ക് കൈവിടാൻ കഴിയില്ല. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരത ഇറാൻ തന്നെ സഹിക്കുന്നു. കുറച്ചു കാലം മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തിന് ശേഷം ഇറാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിച്ചത്. ഇസ്ലാമിൻ്റെ പേരിൽ അവർ പാകിസ്ഥാൻ്റെ കെണിയിൽ വീണില്ല. നിഷ്പക്ഷ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് എന്നുള്ളതും ഇന്ത്യയെ വളരെയധികം ഇംപ്രസ് ചെയ്യിപ്പിച്ച ഒരു നിലപാടായിരുന്നു. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ടെഹ്റാനിൽ പോയിരുന്നു. ആ സമയത്ത് പോയി ആയത്തുള്ള അലി ഖമേനിയെ കണ്ടു. പക്ഷേ ഇസ്ലാമിക കാർഡിൻ്റെ പേരിൽ ഇന്ത്യയെ വ്രണപ്പെടുത്താൻ അന്ന് ആയത്തുള്ള ഖമേനി തയ്യാറായില്ല എന്നുള്ളതും വലിയൊരു ഇന്ത്യക്ക് ഇറാനോടുള്ള സോഫ്റ്റ് കോർണർ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ അടുത്ത പ്രശ്നം ഇന്ത്യക്ക് വരുന്നത് വിമാനയാത്രകളും ദീർഘദൂര വിമാന സർവീസുകളും ചിലവേറിയതായി മാറുമെന്നുള്ളതാണ്. ഇറാഖ്, സിറിയ എന്നിവിടെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അവിടെ വ്യോമാതിർത്തി അടച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിമാനയാത്ര ചിലവേറിയതായി മാറും എന്നുള്ളത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. പിന്നീട് കപ്പൽ ഗതാഗതത്തെയും ഇത് വളരെ ഗണ്യമായി ബാധിക്കും. ഇറാൻ പ്രതിദിനം ഏകദേശം 3.3 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ 1.5 ബാരൽ കയറ്റുമതി ചെയ്യുന്നു. ഇതിൽ 80% ക്രൂഡ് ഓയിലും ചൈന മാത്രമാണ് വാങ്ങുന്നത്. തുർക്കി രണ്ടാമത്തെ വലിയ വാങ്ങുന്ന ആളാണ്. അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അടുത്തത്, സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സ്വർണ്ണവിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വളരെയധികം കുതിപ്പ് തന്നെയാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ പശ്ചിമേഷ്യ ഒരു യുദ്ധഭൂമിയായി മാറിയപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വർണത്തിൻ്റെ വില 1 ലക്ഷം രൂപ വരെ ഒരു പവന് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയാൻ സാധിക്കുന്നത്. സംഘർഷം വർദ്ധിച്ചാൽ എന്തായാലും അതിൻ്റെ ആഘാതം ഓഹരി വിപണിയിൽ കാണപ്പെടുകയും ചെയ്യും. സ്വർണം ശക്തിപ്പെടുകയാണ്. ഇന്ത്യ എല്ലാ വർഷവും 80 മുതൽ 90 ടൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്നു. സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചാൽ അത് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ കൂടുതൽ വിദേശ കറൻസി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സഹിക്കേണ്ടി വരിക. എന്തായാലും പെട്രോളിനും ഡീസലിനും വില കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭക്ഷ്യ വിഭവങ്ങൾക്കും വില കൂടും. അതൊരു വലിയ വിലക്കയറ്റത്തിലേക്ക് തന്നെ പോകും. പച്ചക്കറിക്ക് വില കൂടും. ട്രാൻസ്പോർട്ടേഷൻ വിലയേറിയതായി മാറിയാൽ അതിലൂടെ വരുന്ന ചരക്കുകളിലൂടെ ആയിരിക്കും അത് യഥാർത്ഥത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർ നമ്മളിൽ നിന്ന് ഈടാക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരിക്കും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ നിന്നാൽ ഇന്ത്യ നേരിടാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.